കുറേ നാൾക്ക് ശേഷം എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് സമാധാനം തോന്നിയൊരു ദിവസമായിരുന്നു ഇന്ന്. കാരണം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ബ്രദറിനെ കൊണ്ടാക്കാനായിട്ട് ഞാനും ഇതിനൊക്കെ കൊച്ചി പോയ കാര്യം. അപ്പോൾ ബ്രദർ തിരിച്ച് നാട്ടിലെത്തിയിട്ടുണ്ട് ഒരു വർഷത്തിന് ശേഷം. അതുപോലെ തന്നെ എൻ്റെ കസിൻസ് 3 പേര് ലണ്ടനിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഫ്രെയിം എന്ന് പറയുമ്പോൾ ഒരുപാട് സ്പെഷ്യലാണ്. ഇനി ഇങ്ങനെ ഒരു ഫ്രെയിം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ എനിക്ക് കിട്ടുമോ എന്ന് അറിയത്തില്ല, എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട്. ആക്ച്വലി എല്ലാവരും ഇല്ല, പക്ഷെ പുറത്ത് നിന്ന് കുറച്ച് പേര് വന്നപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് സമാധാനം തോന്നി. കാരണം കസിൻസ് ബോണ്ട് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതരം ബോണ്ടാണ്, അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടാണ്. കാരണം നമ്മളിങ്ങനെ പരസ്പരം കളിയാക്കിയും ചിരിച്ചും ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്ത് ഈ സമയം ഇനി ഒരിക്കലും കിട്ടത്തില്ല, എനിക്ക് നല്ല ഉറപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സമയമൊക്കെ ക്യാപ്ചർ ചെയ്യുന്നത്. പിന്നെ എനിക്ക് നിതിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. നിതിനെ ഞാൻ എത്രത്തോളം മിസ് ചെയ്യണമെന്ന് ശരിക്കും ആർക്കും മനസ്സിലാവില്ല. കാരണം അത്രത്തോളം എൻ്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെ നിതിൻ്റെ പേര് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഞാൻ ആക്ച്വലി ഹാപ്പി ആയിരുന്നു. കാരണം എല്ലാവരും വന്നു, എൻ്റെ കസിൻസൊക്കെ വന്നു, ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു, ഞങ്ങളുടേതായ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. കുറച്ച് ക്വാളിറ്റി ഓഫ് ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റി. ഇവരെല്ലാവരും വന്നിരിക്കുന്നത് 2-3 ആഴ്ചത്തെ ലീവിനാണ് കേട്ടോ. അത്രയ്ക്കും എഫേർട്ട് എടുത്ത് വന്നിരിക്കുന്നത് നമ്മുടെ പള്ളിപ്പെരുന്നാൾ കൂടാനാണ്. അപ്പോൾ പള്ളിപ്പെരുന്നാളിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട്, ഞാൻ അപ്ലോഡ് ചെയ്യാം എന്തായാലും. കുറേ നാളായിട്ട് ഞാൻ തന്നെ ആക്റ്റീവ് അല്ലാത്തതുകൊണ്ടും വീഡിയോ ഒന്നും ഇടാത്തതുകൊണ്ടും എനിക്ക് എന്നോട് തന്നെ വല്ലാത്തൊരു പുച്ഛം തോന്നുന്നുണ്ട്, എന്താ നീ ഇടാത്തതെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ എന്തായാലും തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും പ്രാർത്ഥനയും എപ്പോഴും എൻ്റെ കൂടെ ഉള്ളതുപോലെ ഇപ്പോഴും വേണം. പിന്നെ നമ്മൾ കുറേ നാളായിട്ടൊരു Q&Aയുടെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ Q&A ഇടുമ്പോഴത്തേക്കും ഇതിനെല്ലാത്തിനും കൂടി ആൻസർ ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. അപ്പോൾ വീണ്ടും കാണാം. ടാറ്റ.